ഇന്ന് എൻ്റെ സ്പെഷ്യൽ മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ. മഷ്റൂമൊക്കെ ഞാൻ നല്ല വൃത്തിയാക്കി കഴുകി വെച്ചു. അതിനുള്ളിലൊരു ഹെയർ ഉണ്ടാവും, അത് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യും. എനിക്കിത് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. സോ കുറച്ച് കേട് ഇട്ടു, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടു, കുറച്ച് ചില്ലി പൗഡർ ഇട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ ഞാനിങ്ങനെ വെക്കും കേട്ടോ. മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു പകുതി ലെമണാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ചിലപ്പം ലെമണിൽ ഭയങ്കര കുരു ഉണ്ടാവും, അപ്പോൾ ഞാനിതുപോലെ കൈ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇടൽ. പക്ഷേ ഈ ലെമണിൽ കുരുവില്ല കേട്ടോ. ഒരു ഇരുമ്പ് ചീൻചട്ടിയിൽ കുരുമുളക്, ഗ്രാമ്പൂ, പട്ട, സ്റ്റാർ, ഏലക്കായ, ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ടിത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു പരുവത്തിൽ വഴണ്ടാൽ മതി. അതൊരു മിക്സിയിലേക്ക് ആക്കി അതിൻ്റെ കൂടെ നമുക്ക് മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഒരു സൈഡിൽ വെക്കാം. എന്നിട്ട് നമ്മളൊരു കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, സ്റ്റാർ ഇടുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി ഇടുന്നതിൻ്റെ കൂടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇടുക. ഞാൻ പേസ്റ്റ് എനിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുത്തിയിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നല്ലോണം അത് വഴണ്ടിട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ അടിച്ചു വെച്ചേക്കുന്ന മിശ്രിതം അതിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ നല്ല പഴുത്ത തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. എണ്ണ മുകളിൽ വരുന്ന വരെ വഴറ്റണം കേട്ടോ. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്, അതിന് 2 ഗ്ലാസ് ചൂടുവെള്ളം അതിലേക്ക് പാർന്നിട്ട് നമ്മൾ അടച്ചു വെക്കുക. അപ്പോൾ നമ്മളുടെ അടിപൊളി ബിരിയാണി റെഡിയാവും. അതിന് കൂടെ ഞാനൊരു പുഴുങ്ങിയ കോഴിമുട്ട ഇട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക്. പണ്ട് കാലത്ത് ബിരിയാണി കിട്ടുമ്പോൾ അതിലൊക്കെ ഒരു പുഴുങ്ങിയ കോഴിമുട്ട ഉണ്ടാവും, ആ ഓർമ്മയ്ക്കാണ് കേട്ടോ. ഈ മൂടിക്കെട്ടിയ ക്ലൈമറ്റാണ് കേട്ടോ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്.